മച്ചാമാരെ പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് നമ്മൾ എന്താണ് ഇന്ന് റെസിപ്പി ചെയ്യാൻ പോണേ? അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി അവല് വെച്ച് എന്താണ് മാപ്പി ചെയ്യുന്നത്? അവല് വിളയിച്ചത് അല്ലേ? അവല് വിളയിച്ച എന്തോ നമ്മളെ റെസിപ്പി അവല് വിളയിച്ചതാണ് ചെയ്യാൻ പോണത്. അത് നമ്മളൊരു പ്രത്യേക രീതിയിലാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കാതെ നമുക്ക് അങ്ങോട്ട് റെസിപ്പിയിലോട്ട് അങ്ങ് പോയാലോ? അപ്പൊ എല്ലാരും വരൂ. അതിനായി നമ്മൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിന് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തൊരു തേങ്ങാക്കൊത്ത് അരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് ഇളക്കി എടുക്കാം. തേങ്ങാക്കൊത്തൊന്ന് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് പരിപ്പിട്ട് കൊടുക്കാം. കടലപ്പരിപ്പാണ്. ഇനി അതിനകത്തോട്ട് നമുക്ക് കുറച്ച് എള്ളും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് എള്ള്. അതിലോട്ട് തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് ശർക്കരപ്പാനിയാണ്. നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയാണ്. കുറച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അടുത്ത് നമ്മൾ ചേർക്കാൻ പോകുന്നത് തേങ്ങ തിരിങ്ങിയെടുത്തതാണ് ഒരു ബൗൾ. അതും കൂടി ഇട്ട് നമുക്ക് കൊടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് 2-3 ഏലക്കയാണ്. പൊടിയില്ലാത്തതുകൊണ്ട് ഞാൻ ചതച്ചെടുത്തിരിക്കുന്നതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് ഇനി നമുക്ക് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്തോട്ട് നമുക്കിപ്പോൾ അവിലാണ് ചേർക്കേണ്ടത്. ഞാനൊരു 250 ഗ്രാമോളം എടുത്തിട്ടുണ്ട് അവിൽ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് നമ്മളിത് ചെയ്യുമ്പം നമ്മൾ ലോ ഫ്ലെയിമിലായിരിക്കണം ഇട്ടേക്കേണ്ടത്. ഇനി എല്ലാം ഒന്നും മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇനി അടുത്ത് നമ്മൾ ചേർക്കുന്നത് ഒരു 3/4 ടീസ്പൂൺ നമ്മൾ ചുക്കുപൊടിയാണ്. ചുക്കുപൊടി നമുക്ക് അതിനകത്തോട്ട് കൊടുക്കുക. ഇനി നമുക്ക് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല ജീരകമാണ്. അര ടീസ്പൂൺ നല്ല ജീരകം കൂടെ ചേർക്കാം. നമുക്ക് ഒരു അര ടീസ്പൂൺ നല്ല ജീരകം. ഇതെല്ലാം ചേർത്തിട്ട് ഒന്നുകൂടെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്ന നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന നമ്മളെ കടലയും തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും എല്ലാം ആണ്. ഇത് ഇട്ട് നമുക്കൊന്ന് എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മള് ഇപ്പം പുറത്ത് അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് ഒരു കട്ടൻ ചായയോടൊക്കെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നിങ്ങൾ ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഐറ്റം കൂടെ ചേർക്കണം. കുറച്ച് നെയ്യാണ്. കുറച്ച് നെയ്യ് നമുക്ക് ഇതിന്റെ മേളിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി അതും കൂടെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ അവല് വിളയിച്ചത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. നമ്മളതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ അവല് വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ റെസിപ്പിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇനി ആ പുറത്ത് നല്ല അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കൂടെ നമുക്കൊരു കട്ടൻ ചായ കൂടെ കിട്ടിയ ഈ സമയത്ത് നമുക്ക് ഇപ്പൊ രാത്രിയാണ്. നമ്മളിപ്പോ രാത്രിയാണ് ഇത് ചെയ്യുന്നത്. ഈ ഒരു കട്ടൻ ചായ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ കിടുക്കാച്ചായിരിക്കും. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് നമ്മൾ എന്നത്തെ പോലെ നമുക്ക് സുലുവിനെ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കാം. എങ്ങനെയുണ്ട് നമ്മളെ ഈ രീതിയിലുള്ള അവില് വിളയിച്ചത്. അടിപൊളി. കൊള്ളാ.
കഴിച്ചാൽ മാത്രം പോരാ, അഭിപ്രായം കൂടെ പറയണം. അപ്പൊ ഞാനിവിടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർ കേട്ടോ. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം, അടിപൊളിയായിരിക്കും. സൂപ്പർ. അപ്പൊ പുതിയ റെസിപ്പിയായിട്ട് ഞങ്ങൾ വരുന്നവര് ഞങ്ങളുടെ ഈ കുഞ്ഞു ഫാമിലിക്ക് നിങ്ങളെല്ലാവരും ഒരു ലൈക്ക് ഇട്ട് തന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.